ഇപ്പോൾ സി പി എമ്മിനകത്ത് തന്നെ സി പി എമ്മിനെ പലരും വിമർശിക്കുന്നുണ്ട്, സി പി എമ്മിനെതിരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം പ്രധാനമായിട്ടും ഇടഞ്ഞു നിൽക്കുന്ന ഒരാൾ ഐഷ പോറ്റിയാണ്. പല രീതിയിൽ അന്യ ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും ഐഷ പോറ്റി അടുക്കുന്നില്ല. അപ്പൊ ഇനി എന്തായിരിക്കും സി പി എം ഇതിൽ എടുക്കാൻ പോകുന്ന നിലപാട്? കൊല്ലത്തെ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നുള്ള ഒരു മുൻ MLA ആയിരുന്നു ഐഷ പോറ്റി. നമുക്കറിയാം 2006 ഐഷ പോറ്റി ആദ്യമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ അവിടെ കേരള കോൺഗ്രസ് ബിയുടെ ഒരു ഉരുക്കുകോട്ടയാണ്. കൊട്ടാരക്കര, പത്തനംതിട്ട, പത്തനാപുരം 2 മണ്ഡലങ്ങൾ. അവിടെ ആർ ബാലകൃഷ്ണപിള്ളയാണ് കാലങ്ങളായിട്ട് അവിടെ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടാണ് 2006 ഐഷ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയെ CPM അവതരിപ്പിക്കുന്നത്. ആ പരീക്ഷണം അവർ വിജയം കാണുകയും ചെയ്തു. അതുകൊണ്ട് 12,087 വോട്ടുകൾക്കാണ് ബാലകൃഷ്ണപിള്ളയെ പോലൊരു അതികായനെ ഐഷ പോറ്റി തന്റെ ആദ്യ പോരാട്ടത്തിൽ തകർക്കുന്നത്. വലിയൊരു ഞെട്ടലായിരുന്നു, കേരള രാഷ്ട്രീയത്തിന് തന്നെ വലിയ ഞെട്ടലായിരുന്നു. ആർ ബാലകൃഷ്ണപിള്ള തെരഞ്ഞെടുപ്പ് തോൽവിയുടെ തകർന്നു പോവുകയും പിന്നീട് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിന്മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ 2006 അവിടെ വിജയിച്ചു തുടങ്ങിയ ഐഷ പോറ്റി പിന്നീട് 2 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു എന്ന് മാത്രമല്ല, ആ മണ്ഡലം പാർട്ടിക്ക് വേണ്ടി നിലനിർത്തിയെന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്തു. 2016 അത് ഭൂരിപക്ഷം 12,000-ൽ നിന്നും 2011 ഏതാണ്ട് 20,000-ലേക്ക് ഭൂരിപക്ഷം എത്തിക്കുന്നു. 2016 അവിടെ 42,000-ലധികമാണ് ഐഷ പോറ്റിയുടെ ഭൂരിപക്ഷം. അതായത് ഇരട്ടിയിലധികം, തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷം ഐഷ പോറ്റിക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെ ആ മണ്ഡലത്തിന്റെ പൂർണ്ണമായ ഒരു ജനസമ്മതി നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു ഐഷ പോറ്റി. എല്ലാവർക്കും, പാർട്ടി ഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യമായിരുന്നു. അങ്ങനത്തെ ഒരു നേതാവായിരുന്നു ഐഷ പോറ്റി. പിന്നീട് അവര് മാറി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് പാർട്ടി ഒരു നയം കൊണ്ടുവന്നു. തുടർച്ചയായിട്ട് 2 തവണയിൽ കൂടുതൽ മത്സരിച്ചവര് ഇനി മത്സരിക്കേണ്ട എന്നൊരു നയം ആ പാർട്ടി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഐഷ പോറ്റിക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം നഷ്ടമാകുന്നത്. അവര് പിന്നീട് അങ്ങ് മാറുകയാണ് ചെയ്തത്. അവിടെയാണ് പിന്നെ ബാലഗോപാൽ എന്ന് പറയുന്ന ആള്, ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരികയും അദ്ദേഹം അവിടെ കഷ്ടിച്ചാണ് അദ്ദേഹം കടന്നുകൂടുന്നത്. കോൺഗ്രസിന്റെ രശ്മി എന്ന് പറയുന്ന യുവ നേതാവിനെതിരെ 10,000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ്. തൊട്ട് മുൻപ് 32,000-ലധികമായിരുന്നു ഭൂരിപക്ഷം. ഐഷ പോറ്റിയുടെ ഭൂരിപക്ഷമെങ്കിൽ ഈ ബാലഗോപാല് തുടക്കം മുതൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. അവസാന റൗണ്ടുകളിലേക്ക് വരുമ്പോഴാണ് ഈ 10,000-ന്റെ ഒരു ഭൂരിപക്ഷത്തില് ബാലഗോപാൽ ഇവിടെ ജയിക്കുകയും പിന്നീട് അദ്ദേഹം മന്ത്രിയാവുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ ഐഷ പോറ്റി പാർട്ടിയോട് അകലുകയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നവർക്ക് ഇടയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവർക്ക്. പിന്നീട് അവര് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്ന ഒരു കാഴ്ച കൊണ്ട് ഇക്കഴിഞ്ഞ CPM-ന്റെ സമ്മേളന കാലത്ത് അവരെ ആ ഏരിയ കമ്മിറ്റിയിൽ നിന്നും മാറ്റി. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടു. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഐഷ പോറ്റി തന്നെ പറയുന്നത് താൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അന്ന് ഒന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കമ്മിറ്റികളിൽ നിന്ന് മാറ്റി നിർത്തി. എന്നാൽ പിന്നീട് പാർട്ടി ഒരു തരത്തിലും അവരെ ഒരു കാര്യത്തിലും പങ്കെടുപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഒഴിവാക്കുന്നു, പൂർണ്ണമായിട്ടും അവരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ പല ഘട്ടങ്ങളിലും അത് കോൺഗ്രസിലേക്ക് അവർ വരുന്നു എന്നുള്ള വാർത്തകൾ കേട്ടു. അടുത്തിടയ്ക്ക് കോൺഗ്രസ് ഒരു പ്രമേയം തന്നെ, അവിടുത്തെ കോൺഗ്രസ് പ്രമേയം പാസ്സാക്കി, ഐഷ പോറ്റിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കി. അപ്പോഴൊക്കെ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ, 2ാം ചരമവാർഷിക ദിനത്തിൽ അവിടെ ഒരു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി, ഒരു കേരളമാകെ തന്നെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളും വിശദമായ രീതിയിൽ ചരമവാർഷികം അനുസ്മരണം സംഘടിപ്പിച്ചപ്പോൾ അവിടെയും സംഘടിപ്പിച്ചു. അതിന്റെ മുഖ്യ പ്രഭാഷണത്തിനായിട്ട് കോൺഗ്രസ് ക്ഷണിച്ചത് ഐഷ പോറ്റി ആയിരുന്നു. അവരതിൽ പങ്കെടുക്കുകയും ചെയ്തു. അത് വലിയ വാർത്തയാവുകയും മാധ്യമങ്ങളൊക്കെ തന്നെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പോകും, ഉമ്മൻചാണ്ടിയെ കുറിച്ച് നല്ല 2 വാക്കുകൾ പറയുമെന്ന് അവർ പറയുകയും ചെയ്തു. കാരണം വലിയൊരു അടിയായിരുന്നു CPM-നെ സംബന്ധിച്ച്. കാരണം ഈ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ഐഷ പോറ്റി അവിടെ MLA ആണ്. ആ സമയത്ത് ഉമ്മൻചാണ്ടി നടത്തിയ ഈ ജനസമ്പർക്ക പരിപാടി, അതുമായി ബന്ധപ്പെട്ട് അവർ പല തവണ അവർ പറഞ്ഞിട്ടുണ്ട്. ആ പരിപാടി എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്, തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിന് ലഭിച്ച ഒരു സ്വീകാര്യതയൊക്കെ തന്നെ അവർ വലിയ രീതിയിൽ എപ്പോഴും പറയുകയും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ എല്ലാ സ്ഥലത്തിലും അംഗീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു MLA ആയിരുന്നു അവർ. അപ്പോൾ ഈ അനുസ്മരണത്തിൽ പോകുമ്പോഴും അവർ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ കുറിച്ച് നല്ല 2 വാക്കുകൾ പറയാൻ തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരിപാടിയിൽ അവർ പങ്കെടുക്കുകയും ആ രീതിയിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. ആ വേദിയിൽ അവർ കോൺഗ്രസിലേക്കൊന്നും ഇല്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞു.
മാധ്യമങ്ങളിലും ഒക്കെ തന്നെ പ്രതികരിച്ചു. ഇപ്പോൾ വീണ്ടും ഐഷ പോറ്റി വാർത്തകളിൽ നിറയുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് അവിടെ വാക്കനാട്, കൊട്ടാരക്കര മണ്ഡലത്തിൽ വരുന്ന വാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം, അതിന്റെ ആ തുക അനുവദിക്കുന്നത് ഐഷ പോറ്റി MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് 2 കോടി രൂപ അനുവദിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടക്കുന്നു. അപ്പോൾ അതിന്റെ നോട്ടീസ് അച്ചടിച്ചിറക്കുമ്പോൾ അത് KN ബാലഗോപാൽ, നിലവിലെ MLA ആയ KN ബാലഗോപാലിന്റെ പദ്ധതിയാണെന്നുള്ള നിലയിൽ അയാളുടെ വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് നോട്ടീസിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആ ചടങ്ങിലേക്ക് ഐഷ പോറ്റിയെ ക്ഷണിച്ചിരുന്നു. എന്നാൽ അവര് അത് ആ ദിവസം പങ്കെടുത്തില്ല. തലേ ദിവസം അവർ സ്കൂളിൽ പോയി അവിടെ സന്ദർശിച്ച്, കാരണം തന്റെ ഒരു സംരംഭമാണല്ലോ, പദ്ധതിയാണ്. അപ്പോൾ തലേന്ന് അവിടെ പോയി സന്ദർശിച്ച് പിന്നീട് പിറ്റേന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്നും അവർ സ്വയം ഒഴിവാകുകയാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. അവരോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ബാലഗോപാലിന്റെ കാര്യം നോട്ടീസിൽ അച്ചടിച്ച കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ സാധാരണ അച്ചടിക്കാറില്ല, അത് പിന്നെ എന്താണ് അങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. കാരണം അവരാണ് അതിന് തുടക്കം ഇട്ടത്. അവരുടെ ഇതിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്യാതെ ബാലഗോപാലിന്റെ മാത്രം ഒരു പദ്ധതിയാണ്, അദ്ദേഹം മാത്രമാണ് ഇതിനുവേണ്ടി പണം വിനിയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അച്ചടിച്ചിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല. അപ്പോൾ അത് കൂടുതൽ അഭ്യൂഹങ്ങൾക്കും ഒക്കെ തന്നെ ഒരു വഴി വെക്കുന്നുണ്ട്. ഇനിയപ്പോൾ ഇങ്ങനെ പാർട്ടി പറയുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഐഷ പോറ്റിയുമായിട്ട് പ്രശ്നമില്ല, അവർ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് മാറി നിൽക്കുന്നതൊക്കെ പറയുമ്പോൾ പോലും പാർട്ടിയുടെ പരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കുന്നില്ല. അവര് ഒന്നുകിൽ സ്വമേധയാ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒഴിവാക്കുന്നു. ഈ 2 കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും അവർ ചർച്ചകളിലാകുന്നത്. അവരുടെ തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്താകുമെന്ന് സംബന്ധിച്ച് വലിയ ഒരു ആകാംക്ഷ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. 2026 ഏപ്രിൽ മാസമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അവിടെ കൊട്ടാരക്കരയിൽ കഴിഞ്ഞ 4 തവണയായിട്ട് കോൺഗ്രസിനും UDF-നും നഷ്ടമായിരിക്കുന്ന ആ മണ്ഡലം അത് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് ഒരു ശ്രമം നടത്തുമോ? അവിടേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതിയല്ലോ. തീർച്ചയായിട്ടും അത് നല്ലൊരു നീക്കമായിരിക്കുമെന്നാണ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഒക്കെ വിലയിരുത്തുന്നത്. സംസ്ഥാന നേതൃത്വം പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അവര് ആ കാര്യങ്ങൾ വീക്ഷിക്കുകയാണ്. ഒരു പക്ഷേ ഐഷ പോറ്റിയുമായിട്ടൊക്കെ തന്നെ പലരും ബന്ധപ്പെടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ സംസ്ഥാന നേതൃത്വത്തിന് ഒരു ടേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഒരു തുറുപ്പുചീട്ടായിട്ട് കോൺഗ്രസ് ഐഷ പോറ്റിയെ കളത്തിലിറക്കിയാൽ നമുക്ക് അത്ഭുതപ്പെടാൻ ഇല്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ബാലഗോപാല് വീണ്ടും അവിടെ മത്സരിച്ചാൽ അത് വലിയൊരു പോരാട്ടത്തിനും ബാലഗോപാലിന് ഒരു പക്ഷേ വലിയൊരു തിരിച്ചടി. കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ബാലഗോപാല് വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം എന്താ പറയുക, തുടർഭരണത്തിൽ വലിയൊരു LDF തരംഗം ആഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് 2021. അപ്പോൾ പലയിടത്തും പലരുടെയും ഭൂരിപക്ഷമൊക്കെ വർദ്ധിച്ചിട്ട് പോലും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ സ്വന്തം പാർട്ടിയുടെ സീറ്റ് നിലനിർത്താനായിട്ട് ഇറങ്ങിയ ബാലഗോപാലിന് തൊട്ടു മുൻപ് ഐഷ പോറ്റി അതിന്റെ 42,000 ഭൂരിപക്ഷം നേടിയെടുത്ത് അതിന്റെ 4/1 ഭൂരിപക്ഷം കുറയുന്ന ഒരു കാഴ്ച കണ്ടു. താരതമ്യേന യുവാവായിട്ടുള്ള വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിന്റേത്. അവരവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവർക്ക് മുന്നിൽ 10,000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് ബാലഗോപാലിന് ജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയിപ്പോൾ ഐഷ പോറ്റിയെ പോലൊരു വ്യക്തിത്വം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ബാലഗോപാലിന് വലിയൊരു തിരിച്ചടിയാകും, വലിയൊരു പണിയാകും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്.